അല്ലൈനിലെ ഒരു ഹായ് ഗൈസ്, ഞങ്ങളിപ്പോ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലൈനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഇപ്പൊ യാത്രയുടെ കൂടെ ഞങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇബ്രാഹിം ഭായ് പറയും. യാത്രയുടെ ഇപ്പോ തുടക്കമാണ് ഇപ്പൊ ഞങ്ങള്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അല്ലൈനിൽ നമുക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങൾ ഈ അല്ലൈനിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ് പറയും? അപ്പൊ നമ്മളെ ഗുരുവണ്ണം പറയൂ, എന്താണ് നിങ്ങൾ അല്ലൈനിൽ പോകാനുള്ള കാരണം? നാച്ചുറൽ വില്ലേജ്. ആ, പിന്നെ അവിടെ എന്ത് പ്രത്യേകത കുറെ എന്തെല്ലാം ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലേ? എന്താ പൊല്യൂഷൻ ഇല്ല. ആ, പേരെന്താ? പേരാ? ആരെ പേര്? ഇബ്രാഹിച്ച എന്താണ് പറയും നിങ്ങള് പറയാനുള്ളത്? ആ, ഒന്നുമില്ല. റമളാനിന്റെ ഭാഗമായി ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് നല്ല ഗാർഡൻ ഒക്കെ കാണാം. റമളാനോടനുബന്ധിച്ച് ഈ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാല് ചെറിയ തിരക്കുകളൊക്കെ കാണാം നമുക്ക്. റോഡുകളുണ്ടല്ലേ? സിറ്റിയിലെ തിരക്കുകളിൽ നിന്ന് മാറിയുള്ള ഒരു മനോഹരമായ പ്രദേശം. ചുറ്റും മരുഭൂമിയാണെങ്കിലും രണ്ടു ഭാഗത്തും മനോഹരമായ മരുപ്പച്ചകളും കാണാം. ദുബായ് നഗരം കഴിഞ്ഞ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ കാണാം മണൽക്കുന്നുകളുടെ നീണ്ട നിര. ഇത് മ്യൂസിയത്തിന്റെ അടുത്തുള്ള ഒമാൻ ബോർഡർ. ഏകദേശം 3 ബോർഡറുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഇവിടുത്തെ പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും മറ്റും ഉപയോഗിക്കുന്നു. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരെയുള്ളൂ അൽ ഐൻ, ഒയാസിസ്, അൽ ജഹീലി ഇതൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്താറായി. രാവിലെ 9 തൊട്ട് വൈകുന്നേരം 7 വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. വെള്ളിയാഴ്ചയിൽ ചില മാറ്റങ്ങൾ വന്നു. ഇത് UAE തന്നെ ഏറ്റവും പഴക്കം ചെന്ന മ്യൂസിയങ്ങളിൽ ഒന്നാണ്. 1969 ഇത് സ്ഥാപിച്ചത്. ഇവിടുത്തെ ഒരു പ്രത്യേകത UAEയുടെ പഴയകാല ചരിത്രങ്ങളും ഓയിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലെ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. BC 2500 കാലഘട്ടങ്ങളിലുള്ള മൺപാത്രങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ മ്യൂസിയത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇവിടുത്തെ ചരിത്രപ്രസിദ്ധമായ വാച്ച് ടവർ. 1910 ഈ കോട്ടയും ഈ വാച്ച് ടവറും നിർമ്മിച്ചതും. പഴയകാലത്ത് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പിന്നെ അതുകൂടാതെ ഒയാസിസ് തോട്ടങ്ങളൊക്കെ കാണാനാണ് പ്രത്യേകമായി ഇത് നിർമ്മിച്ചതും. ഈ സൈഡ് കാണുന്ന പറഞ്ഞാല് ഫുള്ള് ഡാറ്റ്സ് മരങ്ങളും പിന്നെ തോട്ടങ്ങളാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ അതിന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അല്ലൈൻ സിറ്റിന്റെ സിറ്റിക്ക് അടുത്ത് തന്നെയാണ് സംഭവം. ഇതാ അത് ആ സൈഡില് മൊത്തം ഈത്തപ്പഴ തോട്ടങ്ങളാണ് കാണുന്നത്. പിന്നെ ഇത് മ്യൂസിയത്ത് എന്ന് പറഞ്ഞാൽ മെയിൻ എൻട്രൻസിൽ അല്ലൈൻ മ്യൂസിയത്തിൽ പോവാണെങ്കിൽ 47 ദിർഹംസ് ആണ് ചാർജ്. അപ്പൊ ഗാലറിയിൽ ഫ്രീ ആണ്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ കാണാം. കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെ രീതികളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. പരമ്പരാഗത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളും രീതികളും ഇവിടെ നമുക്ക് കാണാം. ഈന്തപ്പനകൾ കൊണ്ട് നിർമ്മിച്ച പഴയകാല കൈത്തറി ഉപയോഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ കയറുകളെക്കുറിച്ചും കിണറുകളിൽ വെള്ളം കോരാനും കടൽ തീരങ്ങളിൽ മീൻ പിടിക്കാനുള്ള ചെറു വള്ളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് അല്ലൈൻ സൂവിലേക്ക് പോകാനുള്ളത്. ഞങ്ങളിപ്പോൾ റൂട്ട് മാറ്റി ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇടത്ത് സൈഡായി അൽ ജഹലി അബുദാബി റൂട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ നേരെ വലത്ത് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ ഒയാസിസ് കാഴ്ചകളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും.
അപ്പോൾ അതിനു മുമ്പായി നമുക്ക് കുറച്ച് കാഴ്ചകളും കാണാം. ഇതാണ് അല്ലൈനിലെ ഇത്തിസലാത്ത് കെട്ടിടം കാണുന്നത്. അതിമനോഹരമായ ഇത്തിസലാത്ത് കെട്ടിടം ആ പഴയ ഒരു തനിമയിലാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 1200 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് 1,47,000-ത്തിലധികം ഈന്തപ്പനകളും ഇവിടെ കാണാം. മരുഭൂമിയുടെ ചൂടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ ഒരിടം. അപ്പം നമുക്ക് ഒരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം.